ഗൈസ്, നമുക്കിന്ന് കുറേ മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലെല്ലാം മീൻമുട്ടയുള്ള മത്തിയാണ്. സോ അപ്പൊ നമുക്കിത് മത്തിക്കറി വെക്കാം. പിന്നെ നമുക്കിതാ ആസ് യൂഷ്വൽ നമുക്കിപ്പോ ശീമച്ചക്കയുടെ സീസൺ ആണ്. അപ്പൊ ഇവിടെ എല്ലാവർക്കും ശീമച്ചക്ക ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ ഇന്നലെ 2 മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കറി വെക്കാം. പിന്നെ റൈസ് ഓൾറെഡി ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കമോൺ ഗൈസ്, നമുക്ക് ഫസ്റ്റ് മീൻ കട്ട് ചെയ്യാം. പച്ച മത്തിയാണ്. ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കുറേ മീൻ മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്രയും മീൻ മുട്ട ഇട്ടിട്ടുണ്ട്, നിറച്ചുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ശീമച്ചക്ക. അപ്പൊ നമുക്കിത് തുറന്നു വയ്ക്കാം. ആസ് യൂഷ്വൽ ഇത് 2 ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, തേങ്ങയെല്ലാം തിരികെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മീൻ ഫ്രൈക്ക് ഒരു മസാല റെഡിയാക്കാം. ഫസ്റ്റ് ഒരു ജാറിലേക്ക് ഒരു 3 പച്ചമുളക് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് പെപ്പറും ജിഞ്ചർ ഗാർലിക്കും ആഡ് ചെയ്യാം. പിന്നെ അതിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചെറിയ ഉള്ളിയും കുറച്ച് ലെമണിൻ്റെ ജ്യൂസും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കാം. ശേഷം ഇത് നല്ലപോലെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് കോൺഫ്ലവറും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഇത് മാഗ്നേറ്റ് ചെയ്ത് ഒരു 10 to 15 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിന്നൊരു സലാഡും കൂടി ഉണ്ടാക്കാം. അതിലേക്ക് ഞാൻ സവാളയും പച്ചമുളകും തക്കാളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊമഗ്രനേറ്റ് വേണം, ഇത് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സലാഡ് ആണ്, ഭയങ്കര ടേസ്റ്റിയാണ്. പിന്നെ കുറച്ച് നമുക്ക് തൈര് എടുത്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ ഞാൻ ഇതിലേക്ക് തൈര് അടിച്ചത് നമ്മൾ അടിച്ചെടുത്ത് തൈര് നല്ലപോലെ ചേർത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പിടാം. ഇതിലിനി ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഉണ്ട്, അത് നമുക്ക് ലാസ്റ്റ് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഒരു ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്യുമ്പോൾ ഈ സലാഡ് വേറെ ലെവൽ ആവും കേട്ടോ. നിങ്ങൾ ഗസ് ചെയ്യും എന്തായിരിക്കും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ഗസ് ചെയ്തിട്ട് കമന്റ് ചെയ്യൂ ഗൈസ്. അപ്പം നമ്മുടെ ശീമച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ആ റെസിപ്പി നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ എന്താ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ സലാഡിലേക്ക് ആഡ് ചെയ്യേണ്ട ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ്. സോ അപ്പൊ നമ്മൾ ഇത് പാൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. 1 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ആഡ് ചെയ്യാം. ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു വറ്റൽമുളക് 2 വറ്റൽമുളക് ആഡ് ചെയ്യാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത ഉടനെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ കടുക് താളിച്ച് നമ്മുടെ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന സലാഡിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സലാഡ് ഇവിടെ റെഡിയാണ്. ഇതിൻ്റെ വീഡിയോ കുറച്ച് ലോങ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പാർട്ട് 2 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ലഞ്ച് നിങ്ങൾക്ക് അതിൽ കാണാനായിരിക്കും. ബൈ ഗൈസ്.